ഞങ്ങൾ AKBRF സംഘം വിയറ്റ്നാമിലെ കുച്ചി ടണൽ സന്ദർശന വേളയിൽ ഒരു സ്ഥലത്ത് പരമ്പരാഗത രീതിയിൽ അരി പൊടിച്ച് മാവാക്കി അതുകൊണ്ട് റൈസ് പേപ്പർ നിർമ്മിക്കുന്ന സംവിധാനം കണ്ടു. സ്പ്രിംഗ് റോൾസ് പോലുള്ള ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇവർ റൈസ് പേപ്പർ ഉപയോഗിക്കുന്നു. വലിയ പൊടിക്കണത് അല്ലേ? അരി റൈസ് വേർതിരിക്കുന്ന ഇതാണ്. നെല്ലിൻ്റെ അകത്ത് റൈസ് വേർതിരിക്കാൻ പറ്റും. ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഗ്രൈൻഡർ ഇതാണ്. ഇത് റൈസ് ഇതിൻ്റെ അകത്ത് നെല്ലിൻ്റെ അകത്ത് റൈസ് വേർതിരിക്കും. പിന്നെ അതിനെ ഇവിടുന്ന് പൊടിയാക്കും. പൊടിയാക്കിയിട്ട് അതിന് വെള്ളം ചേർക്കും. എന്നിട്ടാണ് റൈസ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇത് കാണിക്കട്ടെ, ഇത് പറഞ്ഞുതരാം. മതി 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 മതി. അങ്ങനെയാട്ടാ. അങ്ങനെയാട്ടാ. അത് പറഞ്ഞുതരാം. അത് ഗൈഡ് അതിന് ഗൈഡ് വരണം. റൈസ് പേപ്പർ ചോദിച്ചോ കറക്റ്റ്. പച്ചപ്പുള്ളി വായിക്കട്ടെ. അതിൻ്റെ മുകളിൽ രണ്ട് ലെയർ അരിമാവ് കലക്കിയത്, പ്യുവർ അരിമാവ് കലക്കിയത്. ഇനി അത് വളച്ചെടുക്കണ കണ്ടോളേ. ആവിയിലൊഴിച്ചു. തുണിയുടെ മുകളിലേക്കാണ് ഒഴിച്ചിരിക്കുന്നത്. Ele depois жидкий, как молоко. Вот так и варят. И сушат на солнце, потом വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോൾ ഇനി ഞാനാണ് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇതാണ് നാടൻ ചായം മാറ്റുന്ന രീതി. ഇതിനകത്ത് നമ്മള് ഗോതമ്പ് ഇടിച്ച് നെല്ലുണ്ടാക്കി ഇത് പുഴുക്കിയുണ്ടാക്കി ഇതിനകത്ത് നെല്ലോ ഗോതമ്പ് എന്തെങ്കിലും ചേർത്തതിന് ശേഷം അതിന്റെ അടിയിൽക്കൂടെ ആവി കയറ്റി ആവി ഇതിലെ വന്ന് ഇവിടെ വന്ന് ഇതിന്റെ അടിയിൽ അടിക്കുമ്പോൾ തണുത്ത വെള്ളത്തിനകത്ത് അടിക്കുമ്പോൾ നീരാവി ആവും. ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രം ഇനി ഞാനാണ് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇതാണ് നാടൻ ചായം മാറ്റുന്നത്.